ഞങ്ങൾ PFA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്, ജില്ലാ ഭാരവാഹികളാണ്. വളരെ കൃഷിക്കാർ വളരെ സീരിയസ് ആയ അനവധി വിഷയങ്ങൾ ഫേസ് ചെയ്ത് പോരുകയും ഇപ്പോഴത്തെ ഏറ്റവും കാലികമായ ഏറ്റവും പ്രസക്തമായ പ്രശ്നം എന്ന് പറയുന്നത് അന്യസംസ്ഥാനത്തു നിന്ന് നിയന്ത്രണങ്ങളില്ലാതെ പന്നികൾ നമ്മുടെ കേരളത്തിലോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ പന്നികൾക്ക് ASF എന്ന് പറയുന്ന ആഫ്രിക്കൻ സ്വൈൻ ഫീവർ പിടിപെടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പന്നി സമ്പത്ത് ആകെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ വിഷയം വളർന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനു മുമ്പ് കുറച്ച് കാലങ്ങളായിട്ട് ASF പടർന്ന് പിടിച്ചപ്പോഴത്തേക്കും സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഈ അന്യസംസ്ഥാനത്ത് നിന്ന് പന്നി വരുന്നത്. പക്ഷേ ആ നിയന്ത്രണം മാറ്റിയതോടുകൂടി മിക്കവാറും എല്ലാ ഫാമുകളിലേക്കും രോഗം പടർന്ന് പിടിക്കുക, പന്നി സമ്പത്ത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. നിലവിൽ ASFന് പ്രതിരോധ വാക്സിനില്ല, മരുന്നുകളിലൊന്നുമില്ല. കൊന്നുകളയുക എന്നുള്ളതാണ് ഒരു പരിഹാരം. അപ്പോൾ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, പന്നി സമ്പത്ത് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തത്, പന്നിയുടെ വില ഈ രോഗവ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുച്ഛമായ വിലക്ക് കച്ചവടക്കാർ കൃഷിക്കാരുടെ നിന്ന് എടുത്തുകൊണ്ട് പോയി പന്നിനെ വെട്ടിവെക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങളിന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും 2-3 തവണ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇതുപോലത്തെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്നെല്ലാം നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഇത്തവണയും അതുപോലത്തെ ഒരു സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. 2023 ജൂൺ മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ASF എന്ന് പറയുന്ന രോഗം പിടിപെട്ടത്. അതിൻ്റെ ഫലമായിട്ട് പന്നി സമ്പത്ത് നശിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ശരിക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിലേക്ക് പന്നി കൊണ്ടുവരിക എന്ന് പറയുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പല ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ആ നിരോധനം ഇല്ലാതെ വരികയും ഫാമുകൾ വ്യാപകമായിട്ട് ഇത് വ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 കോടി രൂപയുടെ ഒരു ടേൺ ഓവറുള്ള ഒരു മേഖലയാണ് പന്നിക്കൃഷി എന്ന് പറയുന്നത്. പക്ഷേ ആ മേഖല ഇന്ന് നാമാവശേഷമാകുന്ന അവസ്ഥയിലാണ്. മാത്രവുമല്ല, വളരെയധികം ആളുകൾ ഇതിനെ ആശ്രയിച്ച് മാത്രം തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൃഷിയെ ആശ്രയിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം അവർ ഫാമുകളിൽ എത്തുകയും ഫാമുകളിൽ ആവശ്യത്തിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ രോഗബാധ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുകയും സമയാസമയങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലേക്ക് ഈ പന്നി കടത്ത് എന്നല്ല പന്നി വരവ് എന്ന് പറയുന്നത് നിരോധിച്ചെങ്കിൽ മാത്രമേ ഈ രോഗവ്യാപനം ഉണ്ടാകത്തുള്ളൂ. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇങ്ങോട്ട് പന്നി വരുന്നില്ലായിരുന്നു. ആ സമയത്ത് ഫാമുകളെല്ലാം സുരക്ഷിതമാകുകയും ചെയ്തിരുന്നു. ഈ രോഗം തന്നെ അവസാനിക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വെച്ചാൽ കഴിഞ്ഞൊരു 3 മാസമായിട്ട് നിരോധനം നീങ്ങിയൊക്കെയാണ് പന്നികൾ വ്യാപകമായിട്ട് വരാൻ തുടങ്ങി. വീണ്ടും എല്ലാ ഫാമുകളും ഈ അസുഖത്തിന് പിടിയിലായിരിക്കുകയാണ്. അപ്പോൾ മൃഗസംരക്ഷണ മേഖലയിലെ ഒരു വിഭാഗത്തെ ഇപ്പം തന്നെ ഇല്ലാതെ അതിനവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന പലയധികം വിഷയങ്ങൾ നിങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമി വിനിയോഗം എന്ന് പറയുന്നത് പോലെ ഈ പന്നിക്കൃഷി എന്ന് പറയുന്നതും അത് കൃഷിയാണോ വ്യവസായമാണോ എന്ന കാര്യത്തിൽ ഒരു നിർവചനം ഇതുവരെ ഉണ്ടായിട്ടില്ല. വ്യവസായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു, കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഭൂവിനിയോഗം ഉൾപ്പെടുമ്പോൾ നമ്മളെ കൃഷിയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് വ്യവസായത്തിന് ആനുകൂല്യങ്ങൾ തരുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മൃഗസംരക്ഷണത്തെ ഒന്നെങ്കിൽ കൃഷിയായിട്ട് പരിഗണിക്കുക, അല്ലെങ്കിൽ വ്യവസായമായിട്ട് പരിഗണിക്കുക. വ്യവസായമായിട്ട് പരിഗണിക്കുമ്പോൾ വ്യവസായത്തിൻ്റെ എല്ലാ സബ്സിഡികളും ആനുകൂല്യങ്ങളും ഞങ്ങളുടെ ഈ മേഖലയ്ക്ക് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് ഞങ്ങൾ സർക്കാരിനോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് വാക്സിനേഷന് വേണ്ടിയിട്ട്, അതായത് നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചു, എല്ലാവർക്കും വാക്സിൻ കൊടുത്തു. ആ മേഖലയിൽ നിന്ന് മുക്തമാകുവാൻ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്ക് സാധിച്ചു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന് വാക്സിൻ കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും വാക്സിൻ ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തെങ്കിലേ ഈ കൃഷി നിലനിൽക്കത്തുള്ളൂ. അതിനുള്ളൊരു നടപടിക്രമങ്ങൾ മൃഗസംരക്ഷണ വകുപ്പാണ് അതിന് ആദ്യം താല്പര്യപ്പെടേണ്ടത്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രധാന ഒരു വിഷയമാണ് ഈ തീറ്റ എന്ന് പറയുന്നത്. അതായത് പന്നികളുടെ ആഹാരം എന്ന് പറയുന്നത് ഹോട്ടലുകളിൽ നിന്നും അപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമുള്ള മിച്ചഭക്ഷണമാണ് ഞങ്ങളെടുത്ത് പന്നികൾക്ക് ആഹാരമാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വൻകിട മാലിന്യ സംസ്കരണ ഫാക്ടറികൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ നമ്മൾ കേരളത്തെ മാലിന്യമുക്തമാക്കുന്ന കാര്യത്തിൽ 5,80,000 ടൺ മാലിന്യം ഒരു വർഷം സംസ്കരിക്കുന്നുണ്ട് കേരളത്തിലെ പന്നിക്കൃഷിക്കാർ. 5,80,000 ടണ്ണ്. പക്ഷേ ഇതിനെ ഇവർ പരിഗണിക്കുന്ന പോലുമില്ല. ഈ മേഖലയെ നാമാവശേഷമാകുന്ന അവസ്ഥയിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ
ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അനുകൂലമായിട്ടുള്ള ഒത്തിരി ഘടകങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതായത് ലൈസൻസിങ് സംബന്ധമായിട്ടും അതുപോലെ പന്നിയുടെ തീറ്റ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം നല്ലൊരു സമീപനം ഗവൺമെൻറ് ഭാഗത്തുണ്ടായെങ്കിൽ പോലും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പന്നി കൃഷിക്കാരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏജൻസിനെ അംഗീകരിക്കണം. കാരണം ഇപ്പോൾ പന്നി കൃഷിക്കാർ ലൈസൻസ് വെച്ചുകൊണ്ടാണ് ഹോട്ടലും റെസ്റ്റോറൻറ്റും അവരുടെ ലൈസൻസ് പുതുക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്ന് പറയുന്നത് ഓൺലൈനിലേക്ക് ഈ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ പന്നിക്കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പന്നിക്കൃഷിനെ ഒരു ഏജൻസിയായിട്ട് പരിഗണിക്കാത്തത് കൊണ്ട് ഭാഗമായിട്ട് ഞങ്ങളുടെ ലൈസൻസ് വെച്ചുകൊണ്ട് ലൈസൻസ് പുതുക്കാൻ കടക്കാർക്ക് സാധിക്കുന്നില്ല. അത് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ പന്നിപ്പിന് വ്യാപനം സംബന്ധമായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തിക്കുകയും അവർ ഗവൺമെൻറ് ഇത് ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം. ഈ തരം വിഷയങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തദ്ദേശ സ്വയംഭരണ മേഖലകൾ എന്ന് പറയുന്നത് ഒന്നാമത് പലതും പല കാറ്റഗറികളിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ പന്നിക്കൃഷിക്ക് പണ്ട് നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് MBAയിൽ നിന്നെല്ലാം ഒത്തിരി പ്രോജക്റ്റുകളും കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത്ര പ്രോത്സാഹനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ ലൈസൻസിങ് സംബന്ധമായ കാര്യങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്ന ഒരു നിഷേധാത്മക സമീപനം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് PCB കൺസേൺുള്ള ഫാമുകൾക്ക് പോലും കേരളത്തിൽ നിന്ന് ലൈസൻസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പലരും കോടതി പോയിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. കോടതി പോകുന്നതിന് പകരം കർഷകർക്ക് ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു നിയമ സംവിധാനം കുറേ കൂടി ഒരു ലാഘവത്തോടാക്കി ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ സാധിക്കും, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാൻ പറ്റും പല സ്കീമുകളും തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പന്നിക്കൃഷിനെ എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തത്തക്ക രീതിയിലൊരു സമീപനം പല തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ ചില പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഈ ലൈസൻസ് കാര്യങ്ങളാണെങ്കിലും അതുപോലെ കൃഷി സംബന്ധമായ കാര്യത്തിൽ എന്ന് പറയുന്നത് നല്ലൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതൊരു പൊതു നയത്തിന് വേണ്ടി നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും മന്ത്രിയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ നമ്മളോട് അത്രയ്ക്കൊരു അതായത് നമ്മളെ ഈ 5,80,000 ടണ്ണ് മാലിന്യം നീക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ സാധിക്കും, ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ശരിക്കും ഹോട്ടലുകളിലെ മിച്ചഭക്ഷണം എന്ന് പറയുന്നത് പന്നിക്കൃഷിക്കാർ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് എറണാകുളം ടൗൺ എന്ന് പറയുന്നത് ശുചിയായിട്ടിരുന്നത്. പ്ലാസ്റ്റിക്കും ബാക്കി സാധനങ്ങളെല്ലാം കുമിഞ്ഞുകൂടി, പക്ഷേ ഫുഡ് വേസ്റ്റ് കുമിഞ്ഞുകൂടിയിട്ടില്ലായിരുന്നു. അത് ഇത്ര വലിയൊരു മാലിന്യ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം നിവേദനങ്ങളായിട്ടും നിവേദക സംഘങ്ങളായിട്ടും ഗവൺമെൻറ് ധരിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ബോധ്യവുമുണ്ട്. പക്ഷേ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മടിയാണ് കാണിക്കുന്നത്. അതിന് പകരം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ പ്ലാന്റുകൾ വരുന്നുണ്ട്, നമ്മൾ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ മാലിന്യങ്ങളും നമുക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാത്ത സിൽ വേസ്റ്റ് നമുക്ക് ആവശ്യം വരുന്നില്ല. പക്ഷേ അത് ഗവൺമെൻറ് അതിന് നല്ലൊരു സമീപനം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ഇതിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമീപനം ഉണ്ടായിട്ടില്ല. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്മളോട് ഇപ്പോൾ ഒരു മുഖം തിരിക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകൾ പോലും പണ്ട് 5 പന്നിക്കുഞ്ഞിനെ കൊടുക്കുക, 3 പന്നിക്കുഞ്ഞിനെ കൊടുക്കുക, അതുപോലെ MBAയിൽ നിന്ന് 10 പന്നികളുടെ ഒരു സ്കീം കൊടുക്കുക, അങ്ങനെ പല സ്കീമുകളുണ്ട്. പക്ഷേ ഇന്ന് അതിനെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പം നിലവിലെന്ന് പറയുന്നത് ഇവരുടെ ലിസ്റ്റിലേക്ക് കയറി വരുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ പന്നിക്കൃഷിനെ എന്ന് പറയുന്നത് ഇവർ സൈഡാക്കിയിട്ടുണ്ടെന്ന കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണം. ഇപ്പോൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ആർക്കാണ് വേസ്റ്റ് കൊടുക്കുന്നത്? അപ്പോഴെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അല്ലെങ്കിൽ റെൻഡറിങ് പ്ലാന്റുകൾക്ക്, സംസ്കരണ സ്ഥാപനങ്ങൾക്ക് പറയും. പക്ഷേ പന്നി ഫാം എന്ന് പറയുന്ന അല്ലെങ്കിൽ പന്നി കർഷകർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ ഇല്ലാത്തപ്പോഴെന്ന് പറയുന്നത് അവർക്ക് ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നിന്ന് നമ്മളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢസമുദ്ര ഭാഗമാണോ നമ്മളെ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയതെന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇപ്പം അവർ ഈ മേഖല കേരളത്തിലുണ്ടാകുന്നുണ്ട്. പന്നി ബിസിനസ് അല്ല, പന്നി വളർത്തലെന്ന് പറയുന്നത്. പന്നിയുടെ പുറത്തുനിന്നുള്ള പന്നികളുടെ വരവും അതുപോലെ ഇവിടുത്തെ ബാക്കി ഇതിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് നോക്കിയ ശരിയാണെങ്കിൽ ഏകദേശം 50,000-ൽ പരം തൊഴിലാളികൾ ഈ വളർത്തൽ മേഖലയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ വാഹനങ്ങൾ, ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തൊഴിൽ മേഖല തന്നെയാണ് ഇത്. മാത്രമല്ല അത്യാവശ്യം ലാഭമുള്ളൊരു കൃഷി ആയതുകൊണ്ട് ക്യാഷിൻ്റെ ട്രാൻസാക്ഷനും ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചലിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് തന്നെ നടക്കുന്നുണ്ട്. പിഗ് ഫാർമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അസോസിയേഷൻ പിഗ് ഫാം അസോസിയേഷൻ എന്നുള്ള ഒറ്റ അസോസിയേഷനേ ഉള്ളൂ. ഞങ്ങൾ പന്നിക്കൃഷിക്കാർക്ക് വേണ്ടി മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ, PFA എന്ന് പറയുന്നത്. ഈ ഒരു അസോസിയേഷൻ മാത്രമേ ഈ പന്നിക്കൃഷി മേഖലയ്ക്ക് മാത്രമായിട്ടുള്ളൂ. വേറെ പല അസോസിയേഷനിലും നിങ്ങൾക്ക് ക്ഷീരമേഖലയിലും എല്ലാം വേറെ അസോസിയേഷൻ ഒത്തിരി ഉണ്ട്. പക്ഷേ പന്നിക്കൃഷിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പന്നിക്കൃഷിക്കാരുടെ മാത്രം സംഘടനയാണ്. ഇതിൻ്റെ അകത്ത് താഴെ ഉള്ള മുഴുവൻ ഭാരവാഹികൾ എന്ന് പറയുന്നത് പന്നി ഫാമിലെ ആളുകളാണ്. അല്ലാത്ത ആൾക്കാർ ആരും ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പിലേ ഇല്ല. MBA നമ്മുടെ അടുത്തുനിന്ന് പന്നി കാര്യമായിട്ട് വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, MBA ഓരോ വർഷവും അവർ കൊട്ടേഷൻ കൊടുക്കുകയാണ്, ഇത്ര സപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. എവിടുന്ന് വരുന്നു എന്നുള്ളതൊന്നും അവർക്കൊരു ബാധകമേ അല്ല.
ഇപ്പോൾ ഈ അടുത്ത നാളിൽ, അതായത് ഈ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ കുറേ നാളത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ കർഷകരിൽ നിന്ന് അവർ പന്നി വാങ്ങുന്ന ഒരു സംവിധാനം നിലവിൽ കാര്യക്ഷമമല്ല. അവർ പുറത്തുനിന്നുള്ള പന്നികളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഇപ്പോൾ ബീഫ് നമുക്കറിയാം, MBAയുടെ കട്ടിംഗ് സ്റ്റാളുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താണ് പലതും ഉള്ളത്. പന്നി അവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ കർഷകരുടെ അടുത്ത് നിന്ന് MBAയിലേക്ക് കാര്യമായ മൂവിങ് ഇപ്പോൾ ഇല്ല. നേരത്തെ കർഷകർ സ്കീം കൊടുക്കുമായിരുന്നു, അവിടുന്ന് പന്നിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, വളർത്തി തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ആ സ്കീം ഇപ്പം നടക്കുന്നില്ല.